ഹലോ, നമസ്തേ. പാട്ട് പാടുമോ? ഒരു നമസ്തേ പറഞ്ഞേ. നമസ്കാരം പറയൂ. പിന്നെ പറയാമോ പ്ലീസ്? എന്താ രജനി ചേട്ടാ എത്ര നമസ്കാരം പറഞ്ഞിരിക്കണം. ആണല്ലേ. നമസ്തേ പറയൂ ഒരു നമസ്തേ പറഞ്ഞേ. ആ നമസ്തേ. നമസ്തേ. നമസ്തേ കൊടുക്കുകയാണ്. നമസ്തേ പറഞ്ഞേ. നമസ്തേ. ഇതെവിടുന്ന വള വരുന്ന? മാജിക് ആണല്ലോ. മാജിക് അറിയോ? മതി. ദേ വീണ്ടും വള. അരിന് വള മതി. ഇവളുടെ വളയാ. ഇഷ്ടം പോലെ വള കിട്ടിയല്ലോ. ഹലോ, ഒത്തിരി വള കിട്ടിയോ? ഇനി നമസ്തേ പറയൂ. ഇനി പോവരുത്, ഇനി പോവരുത്. അയ്യോ പ്ലീസ്, ഞങ്ങൾ വീട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നോക്ക് ദേ ഇവിടെ ഉണ്ട്. പാല് ഓരോന്നായിട്ട് ചേച്ചിക്ക് തന്നാ മതി. കഥ അറിഞ്ഞൂടാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ആര്യ പാർവതിയുടെ 24ാമത്തെ വയസ്സിലാണ് പാലു ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അമ്മയ്ക്ക് അപ്പോൾ 46 വയസ്സായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല കഥയുടെ ഗുഡൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ആര്യ അറിയാതെ ഇവർ 8 മാസത്തിൽ പുറം, അതെന്ന് വെച്ചാൽ 8.5 മാസത്തോളം ഇത് മറച്ചു വെച്ചു. ആര്യ അറിയാതെ ഈ വാർത്ത. അതാണ് ശരിക്കും അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ആര്യ? അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അമ്മ ശരിക്കും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണമായിരിക്കാം ഒരുപക്ഷെ ആര്യയുടെ ഒന്നും മറച്ചു വെച്ചതല്ലേ? അങ്ങനെയല്ലേ വായിക്കേണ്ടത്? തീർച്ചയായിട്ടും. അത് 8 അല്ല 7 മാസം. 7 മാസം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചപത്രം എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ഡാൻസ് ഡ്രാമയാണ്, ഓൾ കേരള ഇന്ത്യൻ ആർട്ട് ഫോംസ് വെച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ മോഹിനിയാട്ടം പ്രൊഡക്ഷൻ ആയിട്ടുള്ള യാത്രകളായിരുന്നു ആ സമയത്ത്. ഡൽഹി, ഗുവാഹട്ടി ഇവിടെയൊക്കെ ആയിട്ട് യാത്രകളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം വന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയറുണ്ട്. എന്നിട്ട് ഞാൻ ഇതേ സോഫയിൽ കിടന്ന് അമ്മയുടെ മേത്ത് ഞാൻ കയറി കിടന്നു, ലാലി ലാലിയിൽ പാട്ടൊക്കെ പാടി കളിയാക്കിയപ്പോൾ അമ്മ ഇറങ്ങി റേസായി. അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഓൾറെഡി ഇച്ചിരി ദേഷ്യം, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അന്ന് പെട്ടെന്ന് എന്നോട് റിയാക്ട് ചെയ്തു. അനാവശ്യം പറയരുത് ആര്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയ ആളാ. 7 മാസം കഴിഞ്ഞാൽ ഗുവാഹട്ടിന്ന് വീട്ടില് ഒരു വെണ്ടയ്ക്കാ മെഴുക്കുവരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സന്ധ്യക്ക് അച്ഛൻ വിളിച്ചിട്ട്, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാവോ? എന്താ നീ എപ്പോഴും പറയാറില്ലേ അമ്മയ്ക്ക് ഒരു കുഞ്ഞാവയും കൂടെ വേണം. അതെ, അമ്മ ഗർഭിണിയാണെന്ന്. എൻ്റെ ഉരുളക്കിഴങ്ങും കരിഞ്ഞു, വെണ്ടയ്ക്കയും കരിഞ്ഞു. അത്രയും നാൾ മറച്ചു വെച്ചത് എൻ്റെ അടുത്ത് പറയാനുള്ളൊരു അല്ല. അവരറിഞ്ഞതും വൈകിയായിരുന്നല്ലോ. അമ്മ അറിഞ്ഞതും വൈകിയായിരുന്നു, മെനോപോസ് ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അറിഞ്ഞ സമയത്ത് ഒരു 2 മാസമാണ് എൻ്റെ അടുത്ത് മറച്ചു വെച്ചത്. ഇവരറിഞ്ഞിട്ട് 2 മാസം എൻ്റെ അടുത്ത് മറച്ചു വെക്കുകയായിരുന്നു. ഒരു എന്താണ് ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുക, ഇത്രയും വർഷം ഒറ്റ മകളായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്, അതായിരുന്നു മെയിൻ കാര്യം. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് തുറന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് അപ്പോഴും എൻ്റെ അടുത്ത് സത്യം അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാ, ആരാ നിന്നോട് ഈ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞു, താങ്കളുടെ ഭർത്താവാണ്. ശരിക്കും ആര്യയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അത് മറച്ചു വെച്ചത്? തീർച്ചയായിട്ടും. അത് നമ്മളെപ്പോഴും പറയുമ്പോൾ അത് കുട്ടികൾക്ക് അതിൻ്റെ തലം മനസ്സിലാവില്ല. അത് നമ്മളൊരു 23 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു കുഞ്ഞിനോട് പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് വേറൊരാൾ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ കൂടുതല. പണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബം, കുറേ മക്കളും ഒക്കെ ആയിട്ട് വളരുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ. അവരെപ്പോഴും അച്ഛനമ്മ എന്തും സാധിച്ചു കൊടുക്കണം, എന്തും അവർക്ക് പറയാനൊരു ഫ്രീഡം ഉണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് അത്രയില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നൊരു ഭയമാണ് നമ്മളെ സംബന്ധിച്ച്. അത് ചേട്ടൻ അത്രയില്ലായിരുന്നു, എന്നെ സംബന്ധിച്ചായിരുന്നു എനിക്ക് ഏറ്റവും ടെൻഷൻ. ഹസ്ബൻഡ് അപ്പം അർത്ഥോട്ടേ പറയും, ആര്യോട് പറയാം എന്ന് പറയുമ്പോൾ ഒക്കെ എൻ്റെ ഉള്ളിലെ ഒരു ഭയം. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇല്ല, ദൂരെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് ആ കാര്യം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് നമുക്കത് എന്തെങ്കിലും ചിന്തിച്ചാൽ അതിനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അകലെ നിൽക്കുന്ന ഒരാളെ ഏത് രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യുമെന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവള് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അല്ലാതെ വേറെ അതിനകത്ത് ബന്ധുക്കൾ എന്തു പറയുന്നു, സൊസൈറ്റി എന്തു പറയുന്നു, അതൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല. എന്നെ സംബന്ധിച്ച് ആര്യ എന്നൊരു വ്യക്തിയിലുള്ളൊരു പേടി മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. അല്ലാതെ സൊസൈറ്റി അതൊന്നും വിഷയമല്ല. അത് പേടിയല്ല, അമിതമായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങളല്ലേ അവരുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ അതാണ് വലിയ കുട്ടിയാണ്. ഇപ്പൊ ഇത് ഫസ്റ്റ് മദറാണോ സെക്കൻഡ് മദറാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. നമുക്ക് ടെൻഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാനസികമായിട്ടൊരു പേടി അത് മാത്രമേ ഉണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിൽ കണ്ടോ കുട്ടിയോടുള്ള ഒരു പിന്നെ അവൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തത് നമ്മൾക്ക് വളരെ സന്തോഷം നൽകണ ഒരു കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മോൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പേരൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കതൊന്നും പേരൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസിഡൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഇവളോട് റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. വീഡിയോയുടെ അടിയിലും കുറേ കമന്റ്സ് ഉണ്ട്.
പ്രായവ്യത്യാസത്തിൽ ജനിച്ച കുട്ടികളുടെയും അമ്മമാരും ഒക്കെ ആ ഒരു സംഘർഷം ആ സമയത്ത് ഫേസ് ചെയ്തതും അച്ഛനും അമ്മയൊക്കെ. അതിനുശേഷം എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നു കേട്ടോ, ഒത്തിരി മെസ്സേജുകൾ. നമ്മളറിയോ ഒത്തിരി ആൾക്കാർ നമ്മൾ വീഡിയോ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കുറേ കമൻറ്റ്, നല്ലത് ഡാൻസിൻ്റെ കമൻറ്റ്, അതിൻ്റെ അപ്പുറം ഒരു ലോകവും നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ ഇതെനിക്ക് വളരെ ഷോക്കായിരുന്നു. ഒരുപാട് എൻ്റെ പ്രായമുള്ള പെൺപിള്ളേർ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയോട് മിണ്ടിയിട്ടില്ല കുറേ നാൾ. സത്യമാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഐ ഹാവ് ഇൻ സ്പോക്ക് ടു മൈ മദർ ഇത്രയും നാൾ, ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറേണ്ടത്, ഇത് കുഞ്ഞുണ്ടായി കഴിഞ്ഞു, ആരെയും അഡ്ജസ്റ്റ് ചെയ്യുവാണോ അതോ ശരിക്കും ഹാപ്പിയാണോ? അപ്പോൾ ഞാൻ പറയും, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു അച്ഛൻ്റെ അമ്മയുടെ അതിഥികളാണ് മക്കൾ എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ പേഴ്സണൽ ലൈഫാണത്. ഇപ്പോൾ ഒരു കുഞ്ഞാവങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് എന്ത് നഷ്ടമാണോ ഉണ്ടാകുമോ? എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കുറച്ച് നാൾ കൂടുതൽ മുമ്പ് നമ്മൾ ആഗ്രഹിച്ച കാര്യം കുറച്ച് വൈകി, കുറച്ചല്ല അധികം വൈകി വന്നു. വലിയ കുട്ടിയാണ്, നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇന്റർവ്യൂവിന് ഞാൻ ഇത്രയും മലയാളമെങ്കിലും പറയണം. അപ്പൊ കണ്ട എന്നെ ട്രോളി, കുട്ടി ഫിലോസഫി പറഞ്ഞിട്ട് അത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച എന്നെ ട്രോളി. രജനീഷേട്ടൻ ഇന്റർവ്യൂവിന് എനിക്ക് ഡിക്ഷണറി എടുത്തേ കാണാൻ പറ്റും. നമുക്ക് പാലുവിന്റെ അടുത്ത് സംസാരിക്കാം, അതാണ് എനിക്ക് നല്ലത്. പാലു അവിടെ പോയി ഇരിക്കാവോ പ്ലീസ്? പാലു ഇവിടെ അതേ നോക്കി, ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അമ്മയുടെ മടി. ആര്യ ഉണ്ടാക്കി തന്ന ഒരുപാട് ആരാധകരുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് പാലുവിന്റെ ആരാധകരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. അയ്യോ, അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ ആര്യയുടെ വീഡിയോസ്, ആര്യ ഒരു ഡാൻസറാണ്. അതിന് മുമ്പ് ആര്യ സീരിയൽ ചെയ്തിട്ടതിന് ശേഷമൊക്കെയാണ് ആര്യ യൂട്യൂബ് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവള് കോവിഡ് കാലത്താണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങുന്നത്. അപ്പം ആര്യ എന്ന് പറഞ്ഞ വ്യക്തിക്കൊരു ഇത് നിന്നിട്ടാണ് അവളിലേക്ക് ആളുകളിലേക്ക് എത്തണേ. പാലു എന്ന് പറഞ്ഞാൽ ആര്യയിലൂടെ വന്ന് അറിഞ്ഞൊരു കുഞ്ഞാ. പക്ഷെ ഇവള് തന്നെ പലപ്പോഴും എന്നോട് ചോദിക്കും, അമ്മ എങ്ങനെയാ ഇവളുടെ മുഖം ഇങ്ങനെ ആളുകൾ ഓർത്ത് കുഞ്ഞുങ്ങൾ അന്ന് ഇവൾ ഇത്രയും വലുതായിട്ടില്ല, തീരെ എല്ലാ കുഞ്ഞുങ്ങളും കുറച്ച് ചിരിക്കുമ്പോഴും ഒരേപോലെ അല്ല കേട്ടോ എല്ലാരും ഇരിക്കുന്നത്. ആ സമയത്തും വന്ന് ഇവിടെ നമ്മള് ലുലുവിലൊക്കെ ചെല്ലുമ്പോ സമയത്തൊക്കെ ഇവിടെ ഒരു 4-5 മാസമൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മളോട് വന്നിട്ട് പാലുവല്ലേ ഒന്ന് എടുത്തോട്ടെ, ഞങ്ങളുടെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവളുടെ വീഡിയോ കാണിച്ചിട്ടാണ് കേട്ടോ, ഞങ്ങൾക്ക് പാലുവിനെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാറില്ല, ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് യൂട്യൂബ് ഇല്ലായിരുന്നു. അപ്പൊ ഈ യൂട്യൂബ് ഇടാത്തപ്പോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൂടെ ഓടി വരിക. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആദ്യം ഒന്ന് ഭയന്നു, നമുക്കറിയില്ലല്ലോ. ഓടി വന്നിട്ട് ദീപ്തി ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതെ എന്നോട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ കാനഡയിലാണ്, അപ്പം ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്, എന്താ ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടാത്തപ്പോൾ? ഞാൻ പറഞ്ഞു, പാലു ആര്യം ഒരു സ്ഥലത്തും ഞാൻ വേറെ സ്ഥലത്തും, ആരെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചി പാലുവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ യൂട്യൂബ് തുടങ്ങുക, അപ്പം ഞങ്ങൾക്ക് പാലുവിൻ്റെ വളർച്ച കാണാമല്ലോ. അപ്പോൾ ആര്യ വരുമ്പോൾ ആര്യയുടെ കൂടെ ചേച്ചി ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പാലുവിൻ്റെ വീഡിയോ, അവള് ഞങ്ങളുടെ കുഞ്ഞല്ലേ, ഞങ്ങളുടെ കൂടെ കണ്ണിൽ അവൾ വളരണ കാണട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് കുട്ടികളില്ല. അപ്പോൾ ചേച്ചിയുടെ ഓർക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്, ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ ഏജ് ഉണ്ട്. അപ്പോൾ കുട്ടി ഒരു 35 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടാവൂട്ടാ. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ വലിയ വിഷമല്ലേ, നമുക്ക് നനച്ചിരിക്കാതെ ഒരു കുഞ്ഞിനെ ഈശ്വരൻ തന്നു. അപ്പം അവർക്കൊരു ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ, അപ്പം എനിക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഞാൻ എൻ്റെ മോളെ വന്ന് കണ്ട്, നമ്മളെ ഫാമിലി സുഹൃത്താണ്. അന്ന് എനിക്ക് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച ചേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് തന്ന കുഞ്ഞിനെ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ചേട്ടാന്ന്. അപ്പോൾ അവരിവിടെ കാണാൻ വന്നപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞു പോയി അവരുടെ മുന്നിൽ. ഇവിടെ ഒരു കുട്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ആ കുട്ടിയുടെ വികൃതി കണ്ട് മടുത്തിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞു പോയി. അവര് വന്നപ്പോ അവരിങ്ങനെ എടുത്ത് ഇവിടെ ഉമ്മ വെച്ച് കളിപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിനെ വല്ലാതെ ഒലച്ചു കളഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ പറഞ്ഞു, ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാവൂട്ടോ എന്ന് പറഞ്ഞു. കറക്റ്റ് അവർക്ക് രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു. അതിലൊരു കുട്ടി പോയി, ഒരു കുട്ടി നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ഹെൽത്തി ബേബി അവർക്ക് കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. അത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ സെക്കൻഡിൽ എന്നെ വിളിച്ച് ആദ്യം പറയണ, ചേച്ചി ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ചേച്ചിയോടാണ് ആദ്യം പറയണത്, ചേച്ചിയുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞങ്ങളെ ഓർക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കുഞ്ഞുണ്ടായപ്പോഴും ഡെലിവറി ആയ സമയത്തും എന്നെ വിളിച്ച് ആദ്യം പറഞ്ഞു. പക്ഷെ അതെനിക്ക് വളരെ, അതേപോലെ തന്നെ ഇവർക്കും ഒരു കുഞ്ഞിനെ കാണണമെന്നൊരാഗ്രഹമാണ് എനിക്ക്. അപ്പം നമ്മൾക്ക് തന്നപ്പോൾ നമ്മളത് എന്തോ ഒരു സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കുഞ്ഞു പോലും ഇല്ലാത്തവർക്കുണ്ടാകുമ്പോൾ എന്തായിരിക്കും അല്ലേ സന്തോഷം. അപ്പോൾ അതൊക്കെ വലിയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പാലും കാര്യം കാരണം ഉണ്ടായ സന്തോഷം കാണും. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ആ പ്രായത്തിൽ പ്രസവിച്ചതും അതും
പ്രസവമായിരുന്നല്ലോ, സിസേറിയൻ ആയിരുന്നില്ല. അതൊക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള കുറേ പേർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ദീപ്തി പെട്ടെന്ന് മാറുകയാണ് ചെയ്തത്. അതും കുറെ കൂടെ നമുക്കൊരു കാര്യം വിവരം അവരോട് പറയാനും ഒക്കെ ഒരുപാട് പേര് ഫോൺ ചെയ്യാനും ഇല്ലെങ്കിൽ പുറത്ത് കാണുമ്പോഴും ഒക്കെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഒരു ഇടയായിട്ടില്ലേ? എന്നെ അവർ കാണുന്നത് എന്നോടുള്ള ആരാധനയല്ല. തീർച്ചയായിട്ടും എന്നെ ആരാധിക്കാൻ, ഞാനൊരു സാധാരണ ആര്യ പാർവതിയുടെ അമ്മയായിരുന്നു. അപ്പൊ എന്നെ അവർ കാണുന്നത് അവർക്ക് നേടാൻ പറ്റില്ലാത്ത ഒരു സ്വപ്നം എന്ന് പറഞ്ഞൊരു സ്പേസിൽ ഞാൻ അവർക്ക് അത് റിയാലിറ്റി ആകും എന്നൊരു തോന്നൽ അവരിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്കൊരു കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഒരാളത് സാധിച്ച് കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെ ചെല്ലുമ്പോൾ ആളുകൾ അതാണ്, ഇത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ ചേച്ചി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ ഇപ്പൊ ഈ ബേബി ഉണ്ടായത്, പിന്നെ അതൊക്കെയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. പിന്നെ ചേച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 8 മാസം വരെ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആര്യ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 26 വീക്സിലാണ് ഞാൻ അറിയുന്നത് പ്രഗ്നന്റ് ആണെന്നിട്ട്. അപ്പൊ 24 വരെ അബോർഷൻ ആക്കായിരുന്നു. 26 ആയിരുന്നത് അത് അവര് സർക്കാർ മാറ്റിയിട്ട് അത് 24-ൽ അബോർഷൻ ചെയ്യാൻ പാടില്ല നിയമം വന്നുകൊണ്ടാണ് എനിക്ക് അബോർഷൻ ചെയ്യാൻ പറ്റാത്തത്. 26 എനിക്ക് ആയി ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അബോർഷൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ 8 മാസം വരെ നമുക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഇവളെ റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ മോളെ കൊണ്ട് ഞാൻ യാത്ര ചെയ്തത് ചില്ലറ ദൂരമല്ല. ഇപ്പം രാജസ്ഥാനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് ഈശ്വരൻ നിയോഗം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അമിതമായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്ന കൊണ്ടാവാം. ഇത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി എന്ന് പറയണ പോലെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി ഉണ്ട് എന്ന്. ദൈവത്തിനെ പോയാലും ഉപരി ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ആ ശക്തി നീ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ നടക്കും എന്ന് പറഞ്ഞ പോലെ പാലു ജനിക്കണം എന്നൊരു നിശ്ചയമുണ്ട്. അതിനൊരു നിമിത്തം ഞാനായി. അത് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നു. അത് മറ്റുള്ളവരത് കാണുമ്പോൾ അവർ ചേച്ചി നോർമൽ ഡെലിവറി ആയിരുന്നു ചേച്ചി, അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആകാംക്ഷ. എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ചേച്ചിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നോ? അതിനേക്കാൾ ഏറ്റവും വലിയ ഞാൻ ആകെ പ്രസവിച്ച് 4 ദിവസമേ കിടന്നിട്ടുള്ളൂ. 4-ാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. 4-ന്റെ അന്ന് ഞാൻ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. പാലുവിനെ നോക്കാൻ ഒരാളെയും വെച്ചിട്ടില്ല. പിന്നെ പാലുവിനെ കുളിപ്പിച്ചതും പാലുവിനെ എല്ലാം ചെയ്തതും ഞാൻ ഒറ്റയ്ക്കാണ്. 12 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ വന്നത്. 2-ാമത്തെ ദിവസം ഇവിടെ NICU-ലായിരുന്നു. NICU-ലേക്ക് കൊണ്ടുപോയി 2-ാമത്തെ ദിവസമല്ലേ കക്കിയിട്ട്? ഇല്ലല്ല, ആദ്യത്തെ ദിവസം രജനീഷനെ ജനിച്ചന്നാ വന്നേ. ആദ്യത്തെ ദിവസമാണ് കൊണ്ടുപോയത് വൈകുന്നേരം NICU-ലേക്ക്. ആണല്ലേ? മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ട്. ഇനി പാലുവിനെ കുറിച്ച് പറയൂ. അമ്മയ്ക്ക് കുറച്ചുകൂടെ വണ്ണുണ്ടായിരുന്നു, 2 കിലോ കുറഞ്ഞു. അതാണ് ഫസ്റ്റ്. എന്താ പറയാ, അയ്യോ ആണ് ഭയങ്കര പാവമാണ്, വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല എന്നൊരു അഹങ്കരിച്ചിരുന്നൊരു വ്യക്തികളാണ് ഞങ്ങള്. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചെടുത്തു. ഈ പ്രായത്തിന്റെ ഒക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പാവമോളാണ്. ഭയങ്കര വലിയ കുസൃതിയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 അടിയൊക്കെ തരും നമുക്ക്, അത്രയൊക്കെ തന്നെ. രാത്രി ഉറങ്ങാനൊക്കെ സമ്മതിക്കോ? അതെ, കുഴപ്പമില്ല. ചിലപ്പോ ഒന്നിങ്ങനെ മാന്തും, ചിലപ്പോ ഇങ്ങനെ പൊട്ടും, ഉറങ്ങും. ആരുറങ്ങിയാലും ഉറങ്ങിയില്ലേലും പുള്ളിക്കാരെ ഞാൻ 7:30 ഉറക്കും. അത് ഇവളായിരുന്നപ്പോഴും അങ്ങനെയാണ്. കറക്റ്റ് ഒരു ടൈമിൽ ഞാൻ ഉറക്കും. ഇവളെയും കറക്റ്റ് 7:30, 7:45, കൂടി വന്ന 8 മണി. എന്തൊക്കെ പറയാ? പാട്ട് ഇഷ്ടമുള്ള മോളാ രജനീഷ് ചേട്ടാ. അതിപ്പോ എന്നെ ആര് ട്രോൾ ചെയ്യാലും ഞാൻ പറയും പാട്ട് ഇഷ്ടമാവള്. എപ്പോഴും പാടിയാ താളം ഇടും. പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പം ഏട്ടൻ എല്ലാരും ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അല്ലാതുണ്ടെങ്കിൽ ഒന്ന് ചെറുതേ പാടിക്കാൻ പറ്റുമോ നോക്കൂ. ഒരു പാട്ട് പാടാവോ പാലു? പാടിക്കേ, ഒരു പാട്ട് പാടിക്കേ. നാണം കെടുത്തല്ലേ, പാട് പാട് പാടൂ. കോൺഷ്യസ് ആയി ഞാൻ പാടട്ടെ. പാട്ടൊക്കെ പാടും. എന്നൊക്കെ പറഞ്ഞ് പാടും. അപ്പൊ ഒരു കാര്യം, ചേച്ചി ആദ്യം പാടും. ചേച്ചി ശരിക്കും ഒരു പാട്ട് പാടണം. ആര് പാടുമെന്നുള്ളത് എനിക്കറിയാലോ. ചേച്ചി പാട്ട് പാടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേച്ചി പാട്ട് പാടാൻ പോവല്ലേ? പറഞ്ഞ എനിക്ക് ഒന്നും വരൂല്ല, അതാ പ്രശ്നം. ഒരു പാട്ട്. ആരോരും കേൾക്കാത്തു ഉള്ളിലെ പ്രാവിന്റെ വെമ്പലറിഞ്ഞു നീ ഓടി വന്നു, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. നീ പൊളിയാണ് കേട്ടാ.
എത്ര ടഫായിട്ടുള്ള സോങ് ആണെന്ന് അറിയാമോ സെലക്ട് ചെയ്തത്? എത്ര കഷ്ടപ്പെട്ടാ പാടിയെന്നറിയോ? അല്ല, സെലക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ പിടിച്ച ടെൻഷൻ. പാലുവിന്റെ റൂട്ടീൻ എങ്ങനെയാ ഇപ്പൊ ശരിക്കും? ഞാൻ ഈ ചോദിച്ചതുപോലെ ഉറങ്ങുമോ? എന്തൊക്കെയാണ് പറയുന്നതൊക്കെ? എന്തൊക്കെയാ പറയാ? പാലു, അച്ഛ, അമ്മ, ചേച്ചി, പിന്നെ ഇങ്ങനെ സെന്റൻസ് ചേർത്ത് പറയാൻ അറിയില്ല. ഇപ്പോഴത്തെ പ്രശ്നം അമ്മ, മൂക്കുത്തി, അച്ഛ, പാലു വേണം, ഈ പാലുവിന് മൂക്കുത്തി വേണോ, അതാണ് ഇപ്പോഴത്തെ ഡെയിലി വർത്താനം. എന്റെ മൂക്കേ തൊടും, ചേട്ടൻ വീഡിയോ കോൾ വിളിക്കുമ്പോ പാലു വേണോ, പാലുവിന് മൂക്കുത്തി വേണോ. പിന്നെ അച്ഛ പോയി, ചേട്ട പോയി, ചേച്ചി പോയി. അച്ഛ എവിടെ പോയി ശരിക്കും? അച്ഛ എവിടെ? കണ്ണൂരാന്ന് പറ. അച്ഛ എവിടെ പോയി? ടാറ്റ പോയി. പാലു, അച്ഛൻ എവിടെ പോയി? പാലു, അച്ഛൻ എവിടെ പോയി? അച്ഛാ പോയോ? അച്ഛ പോയി. പാലുവിന്റെ അച്ഛ എവിടെ പോയി? ഈ സെന്റൻസ് പറയാറായിട്ടില്ല. ഇല്ല, കൂട്ടി പറയില്ല, ഇങ്ങനെ പറയും. പിന്നെ ചില വേർഡുകൾ എ ഫോർ ആപ്പിൾ, ബീഫ്, അതൊക്കെ പറയും. 1 2 3 പറയും. അങ്ങനെയൊക്കെ മൂഡ് അനുസരിച്ചാണ്. അതെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇവളുടെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോ പുസ്തകമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഇതുപോലെ വീഡിയോസ്, ചെറിയ ഈ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാനിങ്ങനെ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കൊള്ളിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അല്ലാതെ വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളൊരു കൊച്ചല്ല. പിന്നെ ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയ കാരണം കുറച്ച് ഓടുവോ ഇവിടെയൊക്കെ? ഇവിടെ ഇങ്ങനെ ഓടും. പിന്നെ ഈ പ്ലേ പെണ്ണിൽ ഇരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എൻ്റെ ജോലി കഴിയുമ്പോൾ ഞാനും ഓളും കൂടെ അതിനകത്തിരിക്കും. ഞങ്ങൾ ഉറങ്ങണതും അതിനകത്താണ്. ബെഡിൽ കിടക്കാറില്ല, ഞാനും ഓളും അതിനകത്ത് തന്നെ. രാവിലെ എടുത്ത് ഇവിടെ വെക്കും, രാത്രിയിൽ അങ്ങോട്ട് കൊണ്ടുപോകും. 7:30 ആകുമ്പോൾ പാലും ഉറങ്ങും. അപ്പോൾ ഉറങ്ങിയിട്ട് അത് വിരിച്ച് അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും, ഇവള് വന്നാൽ ഞങ്ങൾ 3 പേരും, അവളുടെ അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ 4 പേരും അതിനകത്താണ് കിടക്കുക. അളിയൻ എങ്ങനെ മിസ് ചെയ്ത് അവിടെ ഇരിക്കുന്ന? പഠിത്തം കഴിഞ്ഞില്ലേ? എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജോലിയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ കൊറിയോഗ്രാഫർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഇനിയിപ്പം ജോലി എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. പാടാട്ടോ, അത് എനിക്ക് വയ്യ. പഠിക്കുന്നത് പോലെ എളുപ്പമല്ല, പഠിക്കുന്നത് അതിനും കഷ്ടമായത്. കുറച്ചുകൂടെ പാടാ. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമല്ലേ ജോലി? ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, എന്റെ ആര്യമോഹനം എന്ന് പറഞ്ഞിട്ട് ഒരു മോഹിനിയാട്ടം സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസ്സസ് പുറത്താണ് കുട്ടികളെല്ലാവരും. അപ്പൊ എല്ലാം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. പിന്നെ സ്കൂളിൽ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, എനിക്ക് അങ്ങനെ പഠിപ്പിച്ച് ഒരിടത്ത് നിന്ന് വർക്ക് ചെയ്യുക അങ്ങനെ ഒന്നും താല്പര്യമില്ല. ഒരാളുടെ കീഴിൽ നിന്ന് അങ്ങനെ പെർഫോം ചെയ്യുക, കുറച്ച് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യുക, സ്വന്തമായിട്ട് ഡാൻസിൽ തന്നെ കുറച്ച് ക്രിയേഷൻസ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം അതിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ജോലി നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ താൽക്കാലികമായിട്ട്. അല്ലാതെ പെർഫോമൻസിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പ്ലാനാണ്. സിനിമ കാണാറുണ്ട്. ലേറ്റസ്റ്റ് ഇറങ്ങി കാണുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഓഡീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല, പോവാറില്ല? അത് ഓഡീഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒന്ന് ഓക്കെ ആയ ചില സംഭവങ്ങളൊക്കെ സീരിയലില് കാര്യം അവരറിയുകയും, അത് സീരിയൽ 3 എണ്ണം അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. സിനിമ ഞാൻ ഏതാണെന്ന് പറയണില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫ്രഷ് ഫേസ് തന്നെ വേണമായിരുന്നു, സീരിയലൊന്നും ചെയ്ത കുട്ടീനെ വേണ്ട എന്നുള്ള രീതിയിൽ ഓഡീഷൻസിന്റെ ലാസ്റ്റ് വരെ എത്തി. നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ, ആർട്ടിസ്റ്റായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു മകളായിട്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെ പോയി സീരിയൽ ചെയ്തതുകൊണ്ട്. പിന്നീട് ബാംഗ്ലൂർ പോയപ്പോൾ ഓഡീഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പഠിത്തവും കാര്യങ്ങളും ഒക്കെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനി ചെയ്യണം. അപ്പൊ സീരിയലിലേക്ക് തിരിച്ചു വന്നോടെ? സീരിയല് വിളിക്കുന്നുണ്ട്. അപ്പൊ അറ്റൻഡൻസ് ഇഷ്യൂസ് കാരണം ബാംഗ്ലൂർ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഫ്രീ ആയോന്ന് ചോദിച്ചാൽ നോക്കണോ ചേട്ടാ? ഇപ്പൊ ബാംഗ്ലൂരിലെ ജോലി ചെയ്യണേ. അപ്പൊ സീരിയൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണം, ജോലി പറ്റില്ല. സീരിയലിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ജോലി എനിക്കൊരു വിഷയമല്ല, അതില്ലല്ലോ. നമുക്ക് ക്ലാസ് ഒക്കെ എടുത്ത് നമുക്ക് ജീവിക്കാം, പക്ഷെ നല്ലത് വന്നാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഈ മിസ്സിങ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ഭയങ്കര പാടായിട്ടാ. പക്ഷെ ഞാനിപ്പോ ഓവറായിട്ട് പഴയ പോലെ എക്സ്പ്രസ് ചെയ്യാറില്ല. ജനിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, ജനിച്ചു കുറച്ചു നാൾ മുമ്പ് വരെ. പക്ഷെ ഇപ്പൊ മനസ്സിനെ ഞാൻ അങ്ങ് പാകപ്പെടുത്തി എടുത്തു എന്നെ തന്നെ. കാരണം നമ്മളെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇമോഷൻസ് കൂടുതൽ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഒരാളാണ്. കാണാതിരുന്നില്ലെങ്കിലോ ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഗ്രൂപ്പിലിടുന്ന ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇരുന്നിങ്ങനെ കരയും, രാത്രി നോക്കിയിരുന്ന് ഇങ്ങനെ കരയും, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്ത്. ചില സമയത്ത് ഒരു ടച്ചിന്റെ വാല്യൂ പോലും എനിക്ക് മനസ്സിലായത് ഇവള് വന്നതിന് ശേഷമാണ്. അതുവരെ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, വെറുതെ ഇങ്ങനെ പോവുക. പക്ഷെ ഇവള് വന്നപ്പോൾ കുറെ ഇമോഷൻസിന്റെ വാല്യൂസ് ഒക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു വെറുതെ ഇപ്പൊ തൊട്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അവിടെ ഇരുന്നിട്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നം. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ എന്നെ തന്നെ ജോലിയും കാര്യങ്ങളായിട്ട് ബിസി ആയപ്പോ ഒരുപാട് ചിന്തിക്കുന്നില്ല, ഓവർ തിങ്ക് ചെയ്യുന്നില്ല. എന്നാലും പക്ഷെ എങ്കിലും
എങ്ങനെയാ മനസ്സിലാക്കണേ? ഇവളെങ്ങനെയാണ് ആര്യയെ തിരിച്ചറിയുന്നത്? എന്തായിട്ട്? അറിയില്ല, പക്ഷെ നന്നായിട്ട് എന്നെ നല്ല രീതിയിൽ മനസ്സിലാവും. എവിടെ ഒരു നിഴല് കണ്ടാലും ചേച്ചി ചേച്ചി എന്ന് വിളിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവള് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ. ഞാൻ ആ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ഒന്ന് അങ്ങോട്ട് പോയ പുള്ളിക്കാരി ഇവിടെ കിടന്ന് കരയും, പ്ലേ പെന്നിലിരുന്ന് കരയും. അതൊക്കെ കാണുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് സ്നേഹിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമിന് ഡോറിൽ പോകുന്ന കൊട്ടും, ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ കൊട്ടും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. പോകുമ്പോ മിസ് ചെയ്യും, പക്ഷെ ഒരുപാടങ്ങ് വിളിച്ച് കരയാറൊന്നുമില്ല. സ്വയമേ ഇങ്ങനെ വിഷമം ഉള്ളിൽ ഒതുക്കും. അസൂയയില്ല. ഇവർ ഒരേപോലെ ഇരിക്കുന്ന അത് എന്റെ പൊന്നോ, അത്ര അസൂയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് വലുതാവും തോറും ചായ കൂടി കൂടി വരുന്നുണ്ട് അവൾക്ക്. ആര്യ പിന്നെ ഭയങ്കര സുന്ദരിയല്ലേ അല്ലേ? ഏട്ടൻ എനിക്ക് ട്രോള് വാങ്ങി തരുന്നു. കമന്റ്സ് കണ്ടോ? ട്രോള് കിട്ടും. അതെ, എന്തെങ്കിലും 2 വാക്ക് എൻ്റെ അടുത്ത് പറയാവോ? അവിടെ ഇരുന്നിട്ട് അവിടെ പോയി എന്തൊരു അനുസരണ എന്നാണ്ടാ. എന്തെങ്കിലും 2 വാക്ക് പറയാവോ? അച്ഛനെ കുറിച്ച് പറയാവോ? അച്ഛൻ എവിടെയാ? അച്ഛൻ എവിടെ ബാലു? അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ പോയി? ജോലിക്ക് പാപ്പം വാങ്ങാൻ എവിടെ പോയി? അല്ല, അതപ്പോ അങ്ങനെ ഒന്ന് പ്രശ്നം ഉണ്ടായപ്പോ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയില്ലേ ബാലു? അതെന്താ അങ്ങനെ ഉണ്ടായത്? ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് പോലീസ് കേസൊക്കെ ആയില്ലേ? അതെന്താ സംഭവം? ആ വഴിയല്ല, നമ്മൾ ഈ വഴി പോയപ്പോ ഒരു സംഭവം ഉണ്ടായില്ലേ? അതെന്തായിരുന്നു അത്? നീ പറഞ്ഞോ അവരോടത്? എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ പ്രശ്നത്തിൽ പോയി പെടരുതെന്ന്? ഇങ്ങോട്ടൊക്കെ വിളിച്ചു കയറ്റിയോ അവരെ? എന്നിട്ട് ഇതിലിറക്കി വിട്ടോ നീയാ? അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഞരമ്പൊക്കെ പൊട്ടി എല്ലാം പോയോ? NH വഴി ഇങ്ങനെ കേറിയാണോ പോയത് നീ? എന്നിട്ട് അവരെ ഒളിപ്പിച്ച? എന്നിട്ട് ഹസ്തപതാകോ? ചേച്ചി മുദ്ര കാണിക്കണ എങ്ങനെയാ? ചേച്ചി കാണിക്കണ മുദ്ര. ഓക്കെ, സാസ രീതി കള്ളി ഇത്ര സംസാരിപ്പിക്കാൻ പറ്റുമോ? പാട്ടും കൂടെ പഠിച്ചാണ്. ഒരു പാട്ട് പാടിക്കേ. അവള് സോണ്ട് ഔട്ട് ആയിട്ടിരിക്കുന്നു ഇങ്ങനെ. അത് ചുമ്മാ, അത് നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള നമ്പറാണ്. പാട്ട് പാടിക്കേ. ഗ ഗ മ മ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ. A4 മറ്റേത് ചോദിക്കി, അപ്പൊ ചെലപ്പോ ഇരിക്കും. സൗകര്യമില്ലാന്ന് ഇപ്പൊ അല്ലേ? എനിക്ക് ഇച്ചിരി സൗകര്യം വരട്ടെ അല്ലേ? ഊർന്നിറങ്ങുക അങ്ങോട്ട്. ഞാനൊരു പാട്ട് പാടട്ടെ? ഇതെന്റെ സ്ഥിരം നമ്പറാണ്. രജനീഷണം പ്രാക്ടീസ് ചെയ്ത് വന്നതാ. അതിൽ പോലും ഒരു രക്ഷയില്ല. എന്റെ പാട്ട് കേട്ട മേധ ഇല്ലേ, മേധ ഈ പാട്ട് കേട്ടിട്ട് അങ്കിൾ ഇതെന്താ പാടണേ, മൊത്തം തെറ്റാണ്. അവള് പുലിയാണ്. ആ പാട്ടൊന്നും എടുത്തോ, അതിന്റെ ശ്രുതിയൊക്കെ പോയി കിടക്കുവാണ്. എനിക്ക് തരുമോ വള? ഒരെണ്ണം. എനിക്ക് വളയില്ല, പാവമില്ല ഞാൻ. ഒരു വള തരുമോ? ഒരു വള കൊടുക്കുവോ രജനീഷണ്ണ? ഒരു വള കൊടുത്തിട്ട് വാ. ഒരു വള എന്നിട്ട് വെറുതെ ഒരു താങ്ക് യു ഒക്കെ പറ. അവിടെ എവിടെ നോക്കിട്ട് ശ്രദ്ധിച്ച് കൊടുക്ക. കയ്യിലിട്ട് തരുമോ? കയ്യിലിട്ട് തരുമോ? എനിക്കത് ഇടാൻ അറിയില്ല, വള ഇടാൻ അറിയില്ല. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുമോ? പ്ലീസ് വള ഇട്ട് തരുമോ? ഒരെണ്ണം മതി. ഒരെണ്ണം ഇട്ട് തരുമോ? എനിക്കിട്ട് തരുമോ? ഒരെണ്ണം ഇട്ട് തരുമോ? പ്ലീസ്. തരൂലേ? ഇടാൻ അറിയില്ലെങ്കിൽ നീ ഇടണ്ട. നീ ഇടണ്ടടാ. ഇടണ്ടടാ. ഷെയ്ക്കാൻഡ് കൊടുക്കായിരുന്നു കേട്ടോ. പക്ഷെ ആ വർത്താനം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവളുമായിട്ട് യൂട്യൂബിലൊക്കെ ഇവളും ഇങ്ങനെ വർത്താനം പറഞ്ഞിടും. അതിന്റെ അടിയിലൊക്കെ വന്ന ആളുകൾ പറയും ഇനിയും സംസാരിപ്പിക്കാറിയാന്ന്. ഇവൾ ഇതുപോലൊക്കെ ചോദിക്കും. ഞങ്ങൾ ചിലപ്പോ വസ്തു ഒക്കെ ഭാഗം വെക്കും. ഞാൻ പറയും
അത് പറയുമെന്നറിയില്ല. ഇപ്പൊ ഞാൻ പറയും ഇങ്ങനെയൊന്നും പറ്റില്ല, ഇത്രയും ഭൂമി എനിക്ക്, ഇത്രയും നിനക്കാണ് അച്ഛൻ തന്നിരിക്കുന്നതൊക്കെ പറയാം. നോക്കട്ടെ പാലു, ഇത്രയും ഭൂമി എനിക്ക്, ഇത്രയും നിനക്കല്ലേ, ഇത് നിനക്ക് തരാൻ പറ്റില്ല പാലു. ഇങ്ങനെ ഇരിക്കേ, അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇരുന്ന് പറ, ഈ മടി വെക്കും. ഇല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പാലു. എനിക്കൊന്നും പറയാനില്ല, എൻ്റെ അടുത്ത് കൂടുതൽ മിണ്ടരുത്. എന്താ കൊണ്ടുപോകുവാന്നുള്ളത്? ഇല്ല, ഇത് എന്റെയാണ്, ഇതെനിക്ക് അമ്മ തന്നതാ. താ, അതും എന്റെ അല്ലേ, തന്നെ താ. വിളിച്ചിക്കോ. താല്പര്യമില്ല നിന്റെ ഡ്രാമയ്ക്കൊന്നും.